നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ചടങ്ങ് തുടങ്ങാനുള്ള സമയമായെന്നാ പാപ്പേട്ടൻ ചോദിച്ചത്. എന്താടാ സേതു, ഞങ്ങളെങ്ങനെ കൃത്യമായിട്ട് എത്തിയെന്നാണോ ആലോചിക്കുന്നത്? ക്ഷണിക്കേണ്ടവർ ക്ഷണിച്ചിട്ട് തന്നെയാ വന്നത്. ഇവിടെ ആർക്കും ഞങ്ങളെ വേണ്ടെങ്കിലും വേണോന്നുള്ളവരും ഉണ്ടാവൂല്ലോ. ഇതിപ്പോ ആഡംബരമായിട്ട് നടത്തുന്ന ഒരു ചടങ്ങല്ലല്ലോ വല്യമ്മേ. അതുകൊണ്ട് പുറത്തുനിന്ന് ആരെയും ക്ഷണിച്ചിട്ടുമില്ല. ഓഹോ, അപ്പോ ഞങ്ങളിപ്പോ പുറത്തുള്ളവരായി അല്ലേ? ഇനി ഇതിന്റെ പേരിൽ ഒരു വർത്താനം വേണ്ട. ഞാനാ പറഞ്ഞത് 2 കുടുംബങ്ങളും മാത്രം മതിയെന്ന്. ഞങ്ങളും ഈ കുടുംബത്തിൽ പെട്ടത് തന്നെ അഭി. നിനക്കെന്താ സേതു, നാവില്ലേ? അതോ നിനക്ക് ഞങ്ങളോട് എന്തെങ്കിലും വിരോധമുണ്ടോ? എനിക്കൊരു വിരോധമല്ല വലിച്ച. എനിക്ക് സംസാരിക്കാനൊന്നുമില്ലാത്തോണ്ട് സംസാരിച്ചില്ലെന്നോ. ഓ സേതു, സമയം കളയണ്ട, ചടങ്ങ് തുടങ്ങാം. മോളെ, നിങ്ങൾ രണ്ടുപേരും കയറിയിരിക്കുക. അല്ല, ചടങ്ങ് തുടങ്ങാൻ വരട്ടെ ഗായത്രി. പ്രധാനപ്പെട്ട 2 പേരും കൂടെ വരാനുണ്ടല്ലോ. അതിന് ഞങ്ങൾ വേറെ ആരെയും വിളിച്ചില്ലല്ലോ. അഭിയല്ലേ പറഞ്ഞത് 2 കുടുംബക്കാർ മാത്രം മതിയെന്ന്. അപ്പൊ പിന്നെ അഭിയുടെ അച്ഛനും അമ്മയും വരണ്ടേ? കുഞ്ഞിന്റെ അച്ഛനും അച്ഛമ്മയും ഇല്ലാതെ എന്ത് ചടങ്ങ്? ആരും നോക്കണ്ട, അംബാലികയും പ്രതാപും വരുന്നുണ്ട്. അംബാലിക ക്ഷണിച്ചിട്ടാ ഞങ്ങൾ വന്നത്. എന്താ വിശ്വാസം വരുന്നില്ലേ? നിങ്ങൾക്കൊന്നും ഞങ്ങളെ ഒരു വിലയില്ലെങ്കിലും ഞങ്ങൾക്കൊരു വിലയുണ്ടെന്ന് മനസ്സിലാക്കിയവരാ ഞങ്ങളെ വിളിച്ചത്. മനുഷ്യര് മാറുമെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര പെട്ടെന്ന് മാറുന്നവരെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. അഭി, അച്ഛനൊന്ന് വിളിച്ചു നോക്കി ഇങ്ങോട്ട് വരുന്നുണ്ടോ? അതെന്താ ഞങ്ങൾ പറഞ്ഞിട്ട് വിശ്വാസം വരുന്നില്ലേ? ഇല്ല വല്ലിച്ച, വിശ്വാസം വരുന്നില്ല. സേതുട്ടാ, അല്പനേരം കൂടെ നമുക്ക് നോക്കാം, എന്നിട്ട് ചടങ്ങ് തുടങ്ങാം. അമ്മേ, വെറുതെ ആവശ്യമില്ലാത്ത സംസാരമൊന്നും വേണ്ട കേട്ടല്ലോ. എനിക്കറിയാം എന്താ പറയേണ്ടതെന്ന്. ഈ വീട്ടിൽ കാല് കുത്തണ്ടെന്ന് കരുതിയതാ ഞാൻ. അഭിയുടെ കുഞ്ഞിന്റെ കാര്യമായതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. അബിയുടെ കുഞ്ഞിന്റെ കാര്യത്തിൽ നീ വന്നില്ലെങ്കിൽ പിന്നെ ഒരിക്കലും നിന്നെ അവൻ മൈൻഡ് ഇല്ലെന്ന് നിനക്ക് നന്നായിട്ടറിയാം. ദേ, നമ്മുടെ മോളില്ലേ അവിടെ, അവളുടെ മുഖം കാണാനാ എനിക്ക് വയ്യാത്തത്. ഓർക്കുമ്പോ തന്നെ പെരുവരലിൽ നിന്ന് കലി കയറുക. എന്നാ പിന്നെ നോക്കാതിരുന്നാ പോലെ. നിനക്കെന്താ അബി ഇത്ര ധൃതി? നിന്റെ അച്ഛനും അമ്മയ്ക്ക് ഒരു വിലയില്ലേ? അതോ നിന്നെ ഗായത്രി അങ്ങ് ദത്തെടുത്തോ? ചില അമ്മായിയമ്മമാർക്കൊരു ശീലമുണ്ട്, പെൺമക്കൾക്കായി വരുന്ന പയ്യന്മാരെ പിന്നെ പയ്യന്റെ അച്ഛനും അമ്മയ്ക്കും വിട്ടുകൊടുക്കില്ല, സ്വന്തമായിട്ട് അങ്ങ് ദത്തെടുക്കും. എന്നെ ആ കൂട്ടത്തിൽ പെടുത്തണ്ട എടുത്തേ. അതുകൊണ്ടാണോ മാമി മോനെ അവിടെ തന്നെ താമസിപ്പിച്ചിരിക്കുന്നത്? അയ്യടാ, ആര് താമസിപ്പിച്ചിരിക്കുന്നു? അവൻ ഇറങ്ങിപ്പോകാതെ കടിച്ചു തൂങ്ങി കിടക്കുകയല്ലേ. ആ ദേ, അവര് കൃത്യമായിട്ട് എത്തിയിട്ടുണ്ട്. വന്നാട്ടെ. അതെ, അംബാലിക വരാതെ ചടങ്ങ് നടത്താൻ പോയതാ. ഞങ്ങളാ പറഞ്ഞത് നിങ്ങൾ വന്നിട്ട് നടത്തിയാ മതി. അങ്ങനെ ഇവൻ ഞങ്ങളില്ലാതെ ചടങ്ങ് നടത്തിയിരുന്നെങ്കിൽ ഇന്നത്തോടെ ഞാനും ഇവനും തമ്മിലുള്ള ബന്ധം തീർന്നേനെ. എന്താടാ, ജാനകി പറഞ്ഞ സത്യമാണോ? അമ്മ വരുമെന്ന് എന്നോട് പറഞ്ഞോ? ഇല്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ സമയം കഴിഞ്ഞിട്ടാണോ വരിക?
എടാ 1 മണിക്കൂർ കാത്തു നിന്നിട്ടാ നിന്റെ അമ്മ എന്റെ കൂടെ വന്നത്. നോക്കണ്ട, എല്ലാവരും അറിയട്ടെ. ഞാൻ വരാൻ താമസിച്ച മനഃപൂർവ്വം തന്നെയാ. കാരണം ദേ ഇവളുള്ള ഈ വീട്ടിലേക്ക് വരാൻ തന്നെ എനിക്ക് വെറുപ്പാ. അമ്പേ, നമ്മളിപ്പോ വന്നത് കുഞ്ഞിന്റെ ചടങ്ങിനാ, അല്ലാതെ വഴക്കുണ്ടാക്കാനല്ല. സ്വന്തം മകളെ പറയുന്നത് എങ്ങനെ വഴക്കുണ്ടാക്കലാകും പ്രതാപ? മക്കള് അന്വേഷണം കാണിച്ചാ പിന്നെ അച്ഛനമ്മമാർ എന്ത് ചെയ്യണം? കുറ്റം പറയണ്ടേ? അതിനിതാണോ സമയം? ഇവിടെ ഒരു മംഗളകർമ്മം നടക്കാൻ പോകുന്ന സ്ഥലമല്ലേ? എനിക്ക് പറയാനുള്ളത് ഞാൻ എവിടെയാണെങ്കിലും പറയും. അമ്പാലിയെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ വേണ്ടിയാണോ വന്നത്, അതോ അബിയുടെ കുഞ്ഞിന്റെ നൂലുകെട്ട് കാണാനാണോ വന്നത്? നീ എന്തിനാ ഗായത്രി ഇവരെ തടയുന്നത്? സംസാരിക്കട്ടെ. ഏട്ടത്തിയോടല്ല ഞാൻ പറയുന്നത്. ഇതെന്താ, ഈ വീട്ടിനകത്തൊരു വിശേഷം വന്നു കഴിഞ്ഞാൽ മനഃപൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയാണോ നിങ്ങളൊക്കെ ശ്രമിക്കുന്നത്? ഈ നിങ്ങളൊക്കെ എന്ന് പറയുന്ന കൂട്ടത്തിൽ പ്രതാപം കാണുമായിരിക്കും. എന്നെ പിടിച്ച് നിങ്ങളുടെ കൂട്ടത്തിലിടണ്ട. ആ കൂട്ടത്തിൽ ഞാൻ എന്തായാലും പെടില്ല. ഓ, അബി നീ ഓരോന്ന് പറഞ്ഞ് സമയം പോവാ. പെട്ടെന്ന് ചടങ്ങ് നടക്കട്ടെ. അതിന് ഇനി സമയമുണ്ടല്ലോ സേതു. ആ, ആദ്യം അമ്മയും മോനുള്ള തർക്കം തീർത്തിട്ട് പിണക്കമൊക്കെ മാറ്റട്ടെ. വല്യമ്മ വന്നത് ഇവരുടെ പിണക്കം മാറ്റാനോ അതോ ചടങ്ങ് നടത്താനോ? ഒന്നുകൂടി തമ്മിലടുപ്പിക്കാനാ ഭാവന. എങ്ങനെയെങ്കിലും ഈ ചടങ്ങ് അലങ്കോലപ്പെടുത്തണം. അതാ മാമന്റെ മാമിയുടെ ലക്ഷ്യം. അതെ ഭാവനേച്ചി, ഈ പറഞ്ഞ തന്നെ ഇവർ ലക്ഷ്യവും. എന്റെ കല്യാണം മുതൽ ഞാൻ കാണുന്നതല്ലേ. നീ കൂടുതൽ ആളാവണ്ട അബി. നിന്റെ കല്യാണം എങ്ങനെയാ നടന്നതെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അതിന്റെ ഫലമാണല്ലോ ഈ കയ്യിലിരിക്കുന്ന കുഞ്ഞ്. ഇപ്പൊ ഈ ചടങ്ങ് നടത്താൻ പോകുന്ന കുഞ്ഞ് ദിവ്യഗർഭത്തിൽ ഉണ്ടായതൊന്നും അല്ലല്ലോ. ഭാമയെ നീ ചതിച്ചതല്ലേ? ചുരുക്കി പറഞ്ഞ അവിഹിത സന്തതി. ജാനകി, കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിക്കണം. ഓ, വിട്ടേക്കങ്കിളെ. അബിക്ക് പറ്റിയ തെറ്റ് അബി നല്ല അന്തസ്സോടെ തിരുത്തിയവനാ. അബി ഒരിക്കലും ഭാമയെ ഉപേക്ഷിക്കാനോ കുഞ്ഞിനെ നശിപ്പിക്കാനോ ശ്രമിച്ചില്ലല്ലോ. പക്ഷെ നിങ്ങളോ പ്രതീക്ഷനെ കൊണ്ട് പ്രാർത്ഥനയുടെ വയറ്റ് വളരുന്ന കുഞ്ഞിനെ കൊല്ലിക്കാൻ നോക്കിയില്ലേ? അതിന് ഞാൻ ജോലി ചെയ്തിരുന്ന ഹോസ്പിറ്റലിലേക്കല്ലേ നിങ്ങൾ കൊണ്ടുവന്നത്? വെറുതെ കഴിഞ്ഞതൊക്കെ എടുത്തിട്ട് എന്നെ കൊണ്ട് വീഴ്പലക്കിക്കരുത്. മര്യാദയ്ക്ക് വന്ന കാര്യം കഴിഞ്ഞിട്ട് പോവാൻ നോക്ക്. അബി ഇനി വൈകണ്ട, ചടങ്ങ് തുടങ്ങാം. ഈ ചടങ്ങ് ഞാനിപ്പോ അലങ്കോലപ്പെടുത്തി തരാവടി. നീ നോക്കിക്കോ.